നമുക്ക് ഈ ചാപ്റ്ററിൽ തെർമോഡൈനാമിക്സ്, ഫിസിക്സിലെ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ എന്തൊക്കെ ഫോമുലയാണ് പഠിക്കാനുള്ളത്? മെയിനായിട്ട് ഫസ്റ്റ് വർക്ക് ഡൺ. നമ്മൾ ഐസോതെർമലും അഡിയബാറ്റിയും പഠിക്കുന്നുണ്ട്. അപ്പൊ ഐസോതെർമൽ വർക്ക് ആണെങ്കിൽ 2.303 RT log V2/V1. എന്റെ കൂടെ ഇതും പഠിക്കണം. P1V1 ഈക്വൽ ടു P2V2. ഇത് വരുന്ന പറഞ്ഞ ഐസോതെർമൽ ആണെങ്കിൽ ഐസോതെർമൽ. അതിലാണ് ഇതൊക്കെ ഈ രണ്ട് ഇക്വേഷൻ വരുന്നത്. ഇനി അഡിയബാറ്റിക്. അഡിയബാറ്റിക്കില് വർക്ക് കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R/γ-1 T1 - T2. ഇനിഷ്യൽ ടെമ്പറേച്ചർ മൈനസ് എന്താണ്? ഫൈനൽ ടെമ്പറേച്ചർ. അതുകൂടാതെ 3 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് P1V1 ഈക്വൽ ടു P2V2 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് T1V1 ഈക്വൽ ടു T2V2 ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒന്നും കൂടെ ഉണ്ട്, അതായത് ചോദിച്ചു കണ്ടിട്ടില്ല. P1 T P1V1 വേണമെങ്കിൽ P2 T2 ഇത്രയും. ഇത് ഓരോ റിലേഷൻസ്. അത് പ്രഷർ വോളിയം, ടെമ്പറേച്ചർ വോളിയം, പ്രഷർ ടെമ്പറേച്ചർ. പക്ഷെ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഐസോതെർമൽ അഡിയബാറ്റിക്. ഇത്ര അഡിയബാറ്റിക്. ഇനി അത് കയ്യിൽ വരുന്ന പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുള്ളൂ. കാർനോട്ട്സ് എഞ്ചിനും ഉണ്ട്. രണ്ടാമത്തെ പറഞ്ഞാൽ റെഫ്രിജറേറ്റർ. അപ്പൊ കാർനോട്ട്സ് എഞ്ചിൻ വരുമ്പം നോക്കേണ്ടത് ഈറ്റ കാണാൻ വേണ്ടിയാണ്. അതിന്റെ നമുക്ക് കുറച്ച് ഫോം പഠിക്കാനുണ്ട്. ഒന്ന് ജനറൽ ഫോമുലയാണ്, വർക്ക് ഡൺ ഡിവൈഡ് ബൈ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ്. ഇതൊന്ന് വർക്ക് ഡൺ ഡിവൈഡ് ബൈ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ്. രണ്ടാമത്തത് 1 - Q2/Q1. 1 - Q2/Q1. അത് കാണുമെന്ന് പറഞ്ഞാൽ ഈ വർക്ക് ഡൺ കാണുന്നത് Q1 - Q2. Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ്, Q2 എന്ന് പറഞ്ഞാൽ റിജക്ട്, റിലീസ്ഡ്. അതിന്റെ ഡിഫറൻസ് എടുത്ത് എന്ത് കിട്ടും? വർക്ക് കിട്ടും. ഈ W സ്ഥാനത്ത് ഈ വാല്യൂ കൊടുത്താണ് ഇത് കിട്ടുന്നത്. ഞാൻ ഒന്നും പറയുന്നില്ല. അതല്ലാതെ വേറെ ഇക്വേഷൻ ഉണ്ട്. 1 - T2/T1. ഇത് സോഴ്സിന്റെ ടെമ്പറേച്ചർ, ഇത് സിങ്കിന്റെ ടെമ്പറേച്ചർ. ഈ 3 ഇക്വേഷൻ നമുക്ക് വേണം. നമ്മൾ 3 ഇക്വേഷൻ പല പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ 3 ഇക്വേഷൻ ആണ്. W/Q1 ഇമ്പോർട്ടന്റ് ആണ്. 1 - Q2/Q1 നമുക്ക് വേണം. 1 - T2/T1 വേണം. ഇതെന്തൊക്കെയാണ് മനസ്സിലാക്കി വയ്ക്കുക. ഇത് എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ്, ഇത് എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ് എന്നോ റിജക്ട് എന്നോ പഠിക്കുക. ഇത് വർക്ക് ഡൺ. വർക്ക് അങ്ങനെ കാണും Q1 - Q2. ഈറ്റ് നമുക്ക് ഈറ്റ് കിട്ടുന്ന ഒരു വാല്യൂ ആയിരിക്കും കേട്ടോ. നമ്മൾ ഇൻറ്റു 100 കൊടുക്കും. എന്താക്കാൻ വേണ്ടി? പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി. ശരി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റീം എഞ്ചിൻ ഡെലിവേഴ്സ് 5.4 × 10⁸ joule of work per minute and services 3.6 × 10⁹ joule of heat per minute from its boiler. What is the efficiency of the engine? How much heat is wasted per minute? ശരി, ഇത് കാർനോട്ട് എഞ്ചിൻ അല്ല, സ്റ്റീം എഞ്ചിൻ ആണ്. അത് നമുക്ക് അവിടെ തന്നിട്ട് എന്തൊക്കെ നോക്കാം. അവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ചെയ്യുന്ന വർക്ക് എത്രയെന്ന് പറയുന്നുണ്ട്. 1 മിനിറ്റില്, ആ മിനിറ്റേക്കാൾ 2 മിനിറ്റാ പറയുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പം സ്റ്റീം എഞ്ചിൻ ചെയ്യുന്ന വർക്ക് എത്രയാണ്? 5.4 × 10⁸ ജൂൾ. അപ്പം വർക്ക് വന്നിട്ടുണ്ട് 5.4 × 10⁸ എന്താണ്? ജൂൾ. എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഇത് ബോയിലറിൽ നിന്നും കുറച്ച് ഹീറ്റ് എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്യുന്നു. പെർ മിനിറ്റ് കുറച്ച് ഹീറ്റ് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. ആ അബ്സോർബ് ചെയ്ത ഹീറ്റിന്റെ ഒരു പാർട്ട് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്തത്. അപ്പൊ എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന? Q. ഇതാണ് ഡെൽറ്റ എന്ന് കൊടുക്കുക. എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്? 3.66 × 10⁹ ജൂൾ. ഡെൽറ്റ ആവശ്യമൊന്നുമില്ല, ടബിന് കൊടുത്താൽ മതി. അപ്പൊ ഇതെന്താണ്? ഇത് അബ്സോർബ് ചെയ്ത ഹീറ്റ് ആണ്. അതിൽ എത്ര പാർട്ട് വർക്ക് ചെയ്തു? 5.4 × 10⁸ എന്ത് ചെയ്തു? വർക്ക് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എഫിഷ്യൻസി. ഓർത്തിരിക്കുക, എഫിഷ്യൻസി ആയുള്ള ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി. ഞാൻ ഇവിടെ 8 ആണ് കൊടുക്കുകയാണ്. സിമ്പിൾ. കാർനോട്ട് എഞ്ചിനാണ് എഫിഷ്യൻസി 8 ആയിരുന്നത്. ജനറൽ ആയിട്ട് എന്ത് ചെയ്തു? എഫിഷ്യൻസി 8 ആണ് കൊടുക്കുകയാണ്. എഫിഷ്യൻസി ആയുള്ള ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഡിവൈഡ് ബൈ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ്. ഞാൻ തുടക്കം പറഞ്ഞു, വർക്ക് ഡൺ ഡിവൈഡ് ബൈ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ്.
അപ്പൊ എന്ത് കിട്ടും? ഇൻറ്റു എന്താണ് 100. എന്തിനു വേണ്ടിയാ? പെർസെന്റേജ് ആക്കാൻ വേണ്ടി. വർക്ക് ചെയ്തിട്ടുണ്ട് 5.4 into 10 raised to 8 divided by Q എത്ര? 3.6 into 10 raised to 9 into എന്താണ് 100. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അത് ക്യാൻസൽ കിട്ടും. വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇവിടെ 1.5 എന്ന് കിട്ടും. ഇവിടെ ഒരു 10 raised to ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 10 raised to 1 0.15% എന്ന് കിട്ടും. ചെയ്ത് നോക്കാം. 15% എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ എഫിഷ്യൻസി കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് ഹീറ്റ് ഈസ് വേസ്റ്റഡ് പെർ മിനിറ്റ്? ആലോചിച്ച് നോക്കുക. ഇത്രയും എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തു. 3.6 10 raised to 9 എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തു. അതിൽ എത്ര യൂസ് ചെയ്തിട്ടുള്ളൂ? 5.4 into 10 raised to 8 യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എത്ര നഷ്ടപ്പെട്ടത്? മൈനസ് ചെയ്യുക. അപ്പൊ എന്താണ് വേസ്റ്റഡ്? എമൗണ്ട് ഓഫ് ഹീറ്റ് എന്താണ്? വേസ്റ്റഡ്. നമ്മൾ എങ്ങനെ കാണുന്നത്? എത്ര അബ്സോർബ് ചെയ്യുക? 3.6 into 10 raised to 9 എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തു. അതിന് എന്ത് മൈനസ് ചെയ്യുക? സോറി, അബ്സോർബ് ചെയ്താൽ എന്ത് മൈനസ് ചെയ്യുക? വർക്ക് ഡൺ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. കേട്ടാ, 10 raised to 9 10 raised to 8 ആണ്. വർക്ക് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൻസർ കിട്ടും. ആൻസർ ആയാലും കിട്ടും, ജൂൾ കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സാം ജോലി കേട്ടാ. ഇതൊക്കെ ടെസ്റ്റിന് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസാ. സെയിം ക്വസ്റ്റ്യൻ അതേ നമ്പർ വെച്ച് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. അല്ല പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. An electric heater supplies heat to a system at a rate of 100 watt. ഇപ്പൊ ഇവിടെ നിങ്ങൾ മനഃപൂർവ്വം തെറ്റിക്കാൻ വേണ്ടിയാണ് ഈ വാട്ട് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. റേറ്റ് ഓഫ് വർക്ക് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. അപ്പൊ 100 വാട്ട് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഒരു സെക്കൻഡിൽ 100 ജൂളിന്റെ വർക്ക് ചെയ്യുന്നു. ഇവിടുത്തെ വർക്ക് എന്താണ്? ഹീറ്റ് അബ്സോർബ് ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു സെക്കൻഡിൽ 100 ജൂൾ ഹീറ്റ് എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തു. അപ്പൊ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ആണ്. Q is equal to 100 ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. കേട്ടാ, 100 വാട്ട് കണ്ട് പവർ വിചാരിക്കില്ലേ. അടുത്ത, ഇഫ് ദ സിസ്റ്റം പെർഫോംസ് വർക്ക് അറ്റ് എ റേറ്റ് ഓഫ് 75 ജൂൾ. അവിടെ എത്ര വർക്ക് എത്ര എന്ന് പറയുന്നുണ്ട്? 75 ജൂൾ. At what rate is the internal energy increases? അപ്പൊ ഇന്റർണൽ എനർജി കാണണം. നമുക്ക് ഇക്വേഷൻ അറിയാം. Q is equal to U plus എന്താണ്? W. U കാണാൻ പറഞ്ഞു. W ഇപ്പുറത്ത് കൊണ്ടുവന്നു, മൈനസ് ആയി. അപ്പം U is equal to Q മൈനസ് എന്താണ്? W. Q എത്ര? 100. W എത്ര? 75. അപ്പൊ എത്ര കിട്ടും? 25 ജൂൾ. റേറ്റ് ചോദിക്കുന്നത് ഇപ്പൊ ജൂൾ പെർ എന്താണ്? സെക്കൻഡ്. 25 ജൂൾ വരെ കുഴപ്പമൊന്നുമില്ല. എന്റെ മീനിങ് എന്താ? ഒരു സെക്കൻഡിൽ 25 ജൂൾ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. എല്ലാ റേറ്റിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെർ സെക്കൻഡ് കൊടുത്തത്. അതല്ല നിങ്ങൾ 25 ജൂൾ മാത്രമേ മാർക്ക് കിട്ടും, കുഴപ്പമൊന്നുമില്ല. അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർനോട്ട്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. എ കാർനോട്ട് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ 527 degrees Celsius and 127 degrees Celsius has a work output of 800 joule per cycle. How much heat is supplied to the engine from the source per cycle? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാർനോട്ട് എഞ്ചിന് മൊത്തം ഒരേ ക്വസ്റ്റ്യൻ തന്നെ ഒരു 4-5 ടൈപ്പ് ഉണ്ട് കേട്ടോ. അല്ല 3 ടൈപ്പ്, 4-5 3 ടൈപ്പ് ഉണ്ട്. എളുപ്പമാണ്. എല്ലാം നമ്മൾ പറയുന്ന 3 ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ എന്തുണ്ട്? ഫസ്റ്റ്, എ കാർനോട്ട് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ കൂടിയ ടെമ്പറേച്ചർ T1 എത്ര കിട്ടി? 527 ഡിഗ്രി സെൽഷ്യസ്. കൺവേർട്ട് ചെയ്യാം. T2 എത്രയാണ്? 127 ഡിഗ്രി സെൽഷ്യസ്. കൺവേർട്ട് ചെയ്യുന്നു. 273 ആഡ് ചെയ്യുക. 273 ആഡ് ചെയ്യുമ്പോൾ 800 എന്ന് കിട്ടും. 800 കെൽവിൻ. ഇവിടെയും 273 ആഡ് ചെയ്യുക. 400 എന്ന് കിട്ടും. 400 കെൽവിൻ കിട്ടി. ഇനി എന്ത് എഴുതിയിട്ടുണ്ട്? ഹാസ് എ വർക്ക് ഔട്ട്പുട്ട്. വർക്ക് എഴുതിയിട്ടുണ്ട്. വർക്ക് എത്ര? 800 ജൂൾ പെർ സൈക്കിൾ. എല്ലാം പെർ സൈക്കിൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതായിരിക്കും? പെർ സൈക്കിളിലായിരിക്കും. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഹൗ മച്ച് ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ദ എഞ്ചിൻ? നമുക്ക് ഫ്രം ദ സോഴ്സ്. അപ്പം എഞ്ചിനിലേക്ക് എത്ര ഹീറ്റ് സപ്ലൈ ചെയ്യുന്നതാണ്, അതായത് സോഴ്സിന് എത്ര ഹീറ്റ് വലിച്ചെടുക്കുന്നതാണ്. Q1 ആണ്. Q1 നമ്മുടെ ഹീറ്റ് അബ്സോർബ്ഡ് ഏതാണ്? Q ആണ് ക്വസ്റ്റ്യൻ. ഒരുപാട് ക്വസ്റ്റ്യൻ എഫിഷ്യൻസി കാണാൻ പറയും, Q1 കാണാൻ പറയും, Q2 കാണാൻ പറയും. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ് ഇത് ചോദിക്കുന്നത്. അത്രേ ഉള്ളൂ. സെയിം ഇത് വെച്ച് തന്നെ 3 ചോദിക്കും. പറയാം. ഫസ്റ്റ് Q1 അല്ലേ കാണാൻ പറഞ്ഞു. ഞാൻ ഈ 3 ക്വസ്റ്റ്യൻ വെച്ച് പറയണേ. ഈ ക്വസ്റ്റ്യനിൽ Q1 മാത്രമേ ഉള്ളൂ. ഞാനത്തെ എഫിഷ്യൻസി പറയാം. ഈറ്റ
ഈറ്റയാണ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാണുന്നത്? എന്താ? 1 മൈനസ് T2 ബൈ T1 അല്ലേ? 1 മൈനസ് T2 എത്ര? 400 ബൈ T1 എത്ര? 800. അപ്പൊ എത്ര കിട്ടും? ഇവിടെ അത് കട്ട് ചെയ്തു. ഇവിടെ 1/2 മൈനസ് 0.5 ഒന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ 0.5. പെർസെന്റേജ് പറഞ്ഞു ഈറ്റയുടെ വാല്യൂ 0.5 ആണ്. ഇൻ പെർസെന്റേജ് ആണെങ്കിൽ ഇൻറ്റു എത്ര? 100 50% എന്ന് കിട്ടും. ഇൻ പെർസെന്റേജ് പറഞ്ഞ എത്രയാണ്? 50%. 0.5 ഇൻറ്റു 100 എത്ര കിട്ടും? 50% ഇൻ പെർസെന്റേജിലാണെങ്കിൽ. ഇനി നമുക്ക് ഈറ്റയുടെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളൂ, 3 ക്വസ്റ്റ്യൻ ഒരുമിച്ച് പറഞ്ഞോളൂ കേട്ടോ. 3 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈറ്റ 0.5 മാത്രം മതി കേട്ടോ. അപ്പം എഫിഷ്യൻസി ആണ് കാണാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻറ്റു 100 കൊടുക്കുക 50%. പക്ഷെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കപ്പോ ഈറ്റ കണ്ടുപിടിച്ചു. ഒരു ഫസ്റ്റ് ആയി. നമുക്ക് എന്താ വേണ്ടത്? Q1 അല്ലേ വേണ്ടത്? നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞ? ഈറ്റ ഈക്വൽ ടു W ബൈ Q1. അവിടെ Q1 എങ്ങനെ കാണും? Q1 ഈക്വൽ ടു W ബൈ എന്താണ്? ഈറ്റ. W തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാണ്? 800 ഡിവൈഡ് ബൈ 0.5. 50 കൊടുക്കലേട്ടാ, മറന്നുപോലെ. ഈറ്റയുടെ വാല്യൂ 0.5 ഉള്ളൂ. പക്ഷെ നമ്മൾ എഫിഷ്യൻസി ചോദിക്കുമ്പോൾ എഫിഷ്യൻസി പെർസെന്റേജിലേ പറയാവൂ. അതുകൊണ്ടാണ് ഇൻറ്റു 100 കൊടുക്കുന്നത്. തെറ്റിപ്പോലെ ഇവിടെ ഇൻറ്റു 100 കൊടുക്കല്ലേ? 0.5. അപ്പൊ എത്ര കിട്ടും? Q1 ഈക്വൽ ടു ഇത് ചെയ്യുമ്പോൾ 1600 എന്ന് കിട്ടും. 1600 ജൂൾ. അപ്പൊ എമൗണ്ട് ഹീറ്റ് അബ്സോർബ് എത്ര കിട്ടി? 1600 ജൂൾ എന്ന് കിട്ടി. അതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ ഇതിനെ എക്സ്ട്രാ പറഞ്ഞോളൂ. ഈ പോയിന്റ് എക്സ്ട്രാ പറഞ്ഞു. എഫിഷ്യൻസി ചോദിക്കാം, എക്സ്ട്രാ പറഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് ഇതിന്റെ അകത്ത്. Q2 എത്രയും ചോദിക്കാം. എന്തെത്ര? Q2 എത്രയും ചോദിക്കാം. Q2 എത്രയും ചോദിച്ചാലും ഇതുവരെ ചെയ്താൽ മതി. ഇപ്പൊ Q1 കിട്ടി. നമുക്ക് W ഉണ്ട്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. W എങ്ങനെ കാണുന്നത്? Q1 മൈനസ് Q2 ആണ് W എന്ന് പറഞ്ഞിട്ടുണ്ട്. Q1 മൈനസ് Q2 ആണ് W എന്ന് പറഞ്ഞു. അപ്പൊ ഇത് Q2 അല്ലേ വേണ്ടത്? ഈ മൈനസ് Q2 ഇപ്പുറത്ത് കൊണ്ടുവരാണ്. അപ്പൊ എന്തായി മാറും? പ്ലസ് ആയി മാറും. ഈ W അപ്പുറത്ത് കൊണ്ടുപോയേ മൈനസ് ആവും. അപ്പൊ ഈ മൈനസ് Q2 ഇപ്പുറത്തുണ്ട്. അപ്പൊ എന്തായി? പ്ലസ് ആയി. ഇവിടെ ഓൾറെഡി എന്തുണ്ട്? Q1 ഉണ്ട്. ഈ W അപ്പുറത്തും എന്തായി? മൈനസ് W. Q1 വാല്യൂ വിളിച്ചു 1600 മൈനസ് W കിട്ടി എത്ര? 800. അപ്പൊ ആൻസർ എത്ര കിട്ടി? 800 ജൂൾ. ശരി. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടാ. ഈ ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ കൂടെ എന്തൊക്കെ ചോദിക്കാം? ചിലപ്പോൾ എഫിഷ്യൻസി ചോദിച്ചിട്ടുണ്ട്, Q2 ചോദിക്കാം കേട്ടാ. ഇത്രയാണ് കാർനോട്ട് സെഞ്ചിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് ഈ 3 ടൈപ്പും. ഞാൻ ഒറ്റ ക്വസ്റ്റ്യനിൽ പറഞ്ഞതേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 3 moles of an ideal gas kept at constant temperature of 300 Kelvin are compressed from volume of 10 liter to 5 liter. Calculate the work done to compress this gas. അപ്പൊ എന്താ പറയുന്നത്? 3 moles of ideal gas. അപ്പൊ n തന്നിട്ടുണ്ട്. എത്ര മോൾസാ? 3 ആണ്. പിന്നെന്താ പറയുന്നത്? kept at constant temperature. നമുക്ക് കണ്ടുപിടിക്കേണ്ട വർക്ക് ഡൺ ആണ്. 2 വർക്ക് പഠിക്കുന്നുണ്ട്. ഒന്ന് ഐസോതെർമൽ വർക്ക് ഡണ്ണും രണ്ടാമത്തെ അഡിയബാറ്റിക് വർക്ക് ഡണ്ണും. അപ്പൊ അതിന് ആ സെന്റൻസ് മനസ്സിലാവും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഐസോതെർമൽ ആണ്. ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ അഡിയബാറ്റിക് ആണ്. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ട വർക്ക് ഏതാണ്? ഐസോതെർമൽ വർക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. T 300 കെൽവിൻ. പിന്നെ എന്താ പറയുന്നത്? ആർ കംപ്രസ്ഡ് ഫ്രം വോളിയം 10 ലിറ്റർ ടു 5 ലിറ്റർ. അപ്പം V1 തന്നിട്ടുണ്ട്. ആദ്യം എത്ര ലിറ്റർ ഉണ്ടായിരുന്നു? 10 ലിറ്റർ. ഇപ്പൊ അതിലേക്ക് കംപ്രസ് ചെയ്തു, 5 ലിറ്ററിലേക്ക് കംപ്രസ് ചെയ്തു. വർക്ക് ആണ്. വർക്ക് ആണ് ഫോർമുല എന്താണ്? 2.303 RT log V2 by V1. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ 1 മോൾ ആണ്. ഫോർ 1 മോൾ. ഇവിടെ എത്രയുണ്ട്? 1 അല്ല 3 ആണ്. അപ്പൊ n മോൾ ആകുമ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ ആക്കും. 2.303 nRT. അപ്പൊ നമ്മൾ ഡെറൈവ് ചെയ്യുമ്പോൾ 1 മോൾ എടുത്ത് ചെയ്യുന്നുണ്ടാണ് RT എന്ന് കിട്ടുന്നത്. ഇവിടെ ഫോർ n മോൾ ആയിട്ട് ഇവിടെ എന്ത് കൊടുക്കുക? n കൊടുക്കുക. അപ്പൊ ഇക്വേഷൻ എന്തായി മാറി? 2.303 n എത്ര? 3. R എത്ര? 8.314. T എത്രയാണ്? 300.
300 log V2 by V1. V2 എത്ര? V2 എത്രയാണ്? 5/10. കാൽക്കുലേറ്റ് അടിച്ചു കൊടുത്ത ആൻസർ കിട്ടും. ആൻസർ നെഗറ്റീവ് ആയിരിക്കും. കാരണം അവിടെ കംപ്രഷൻ ആണ്. ഐസോതെർമൽ കംപ്രഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. മറന്നുപോലെ. അപ്പൊ ഈ വാല്യൂ ആണ് നെഗറ്റീവ് ആവുന്നത് കേട്ടോ. ഒരു ആൻസർ കിട്ടും നെഗറ്റീവ് ആണ്. മറന്നുപോലെ. യൂണിറ്റ് എന്താണ്? ജൂൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A gas expand adiabatically. ഓൾറെഡി പറയുന്നുണ്ട് adiabatically എക്സ്പാൻഡ് ചെയ്യുന്നു. So that 50 joule of work is obtained. അപ്പം വർക്ക് തന്നിട്ടുണ്ട്. adiabatic expansion ആണ്. വർക്ക് തന്നിട്ടുണ്ട്. എത്ര വർക്ക് എന്ന് പറയുന്നു? 50 ജൂൾ. 50 ജൂൾ എന്ന് പറയുന്നു. ഇനി what is the change in temperature in the above process? Change in temperature കണ്ടുപിടിക്കേണ്ടത്. If the working substance is a monoatomic gas, ബ്രാക്കറ്റിൽ 6 തന്നിട്ടുണ്ട്. നമുക്ക് അറിയാവുന്നതിനാണ് 8.314. അപ്പൊ നമുക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, മോണോ അറ്റോമിക് ആണെന്നുള്ളത്. നമ്മൾ ഈ അഡിയബാറ്റിക് ചെയ്യുമ്പോൾ ഒരു ഗാമ എന്നൊരു സാധനം വരും. ഗാമ സ്പെസിഫിക് റേഷ്യോ, അതിന്റെ വാല്യൂസ് അറിയിക്കണം. മോണോ അറ്റോമിക് ആണെങ്കിൽ 1.67 അത് മിക്കവാറും തന്നിരിക്കും. അല്ലെങ്കിൽ മോണോ അറ്റോമിക് ആണെങ്കിൽ 1.67ഉം ഡൈ അറ്റോമിക് ആണെങ്കിൽ 1.4 ആയിരിക്കും. അത് ബ്രാക്കറ്റിൽ തന്നിരിക്കും കേട്ടോ. ഇവിടെ മോണോ അറ്റോമിക് ആണ്. അപ്പൊ ഗാമയുടെ വാല്യൂ എത്ര? 1.67. ഡൈ അറ്റോമിക് 1.4. അത് ഓർത്തിരുന്നാൽ മതി. നമുക്ക് വർക്ക് ആണുള്ള ഫോമുല എന്താണ്? R/Γ-1 T1 - T2. നമ്പർ ഓഫ് മോൾസ് ഒന്നും പറയുന്നില്ല. അതായത് ഒന്നാണെങ്കിൽ പറയാറില്ല, ഒന്നിൽ കൂടുതലാണെങ്കിൽ എടുത്ത് പറയും. അവിടെ എന്നും കൂടെ കൊടുത്താൽ മതി കേട്ടാ. ശരി, നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ സാധനവും ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ T1 - T2 കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതല്ലേ, ഇത് അവിടെ ഇടുക, ബാക്കിയെല്ലാം ഇപ്പുറത്ത് കൊണ്ടുപോവാ. അപ്പൊ എന്ത് കിട്ടും? വർക്ക് ഇൻറ്റു W ഇൻറ്റു ഈ ഗാമ പോയേ ബ്രാക്കറ്റിനകത്ത് Γ-1 R എന്ത് ചെയ്യും? ഡിവൈഡ് ബൈ എന്താണ്? R ഈസ് ഈക്വൽ ടു എന്തായി? T1 - T2. ഇതല്ലേ കാണാൻ പറഞ്ഞ ചേഞ്ച് ടെമ്പറേച്ചർ. ശരി, അപ്പം T1 - T2 ഈക്വൽ ടു W തന്നിട്ടുണ്ട് 50 ഇൻറ്റു ഗാമ എത്ര? 1.67 - 1 ഡിവൈഡ് ബൈ R അല്ലേ? 8.314. ഇവിടെ എത്ര കിട്ടും? 50 ഇൻറ്റു ഇത് -0.67 ഡിവൈഡ് ബൈ എത്ര? 8.314. ചെയ്ത് നോക്കാം, ആൻസർ കിട്ടും. ആൻസറിന്റെ യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കിട്ടും. അത്രേ ഉള്ളൂ. T1 T2 കാണാൻ പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റൂല. ഇതിൽ ആദ്യം യൂണിറ്റ് ടെമ്പറേച്ചർ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ. A thermodynamic system performs work without taking heat from an external source. Without taking എന്ന് പറയുന്നുണ്ട്. ഹീറ്റ് ടേക്ക് ചെയ്യുന്നില്ല, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. അപ്പൊ ഏത് പ്രോസസ് ആണത്? അഡിയബാറ്റിക് പ്രോസസ് ആണ്. അപ്പൊ സ്റ്റേജിന്റെ ഭാഗം മനസ്സിലാവും, അഡിയബാറ്റിക് പ്രോസസ് ആണ് മനസ്സിലാവും. അതിന് എ പാർട്ട് എന്താണ്? വിച്ച് പ്രോസസ് ഈസ് ഇൻവോൾവ് ഇൻ ദിസ് കേസ്? ഓൾറെഡി പറഞ്ഞു, അതാണ് അഡിയബാറ്റിക് പ്രോസസ് ആണ്. രണ്ടാമത് ബി പാർട്ട് എന്താണ്? വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് എനർജി ഫോർ ദിസ് വർക്ക്? ഹീറ്റ് അബ്സോർവ് ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ വർക്ക് നടക്കുന്നു? വർക്ക് എവിടുന്ന് എനർജി കിട്ടി? ഏത് എനർജിയാ? ഇന്റേണൽ എനർജി. അപ്പൊ അടിപൊളി പ്രോസസ്സിൽ ഇന്റേണൽ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ബി പാർട്ട് എന്താണ്? യൂസിങ് ഇന്റേണൽ എനർജി. സി പാർട്ട്, ബൈ വാട്ട് ഫാക്ടർ ഡസ് ദ പ്രഷർ ഓഫ് ദ സിസ്റ്റം ഡിക്രീസ് ഇഫ് വോളിയം ഈസ് ഡബിൾഡ്? വോളിയം ഡബിൾ ആകുമ്പോൾ പ്രഷർ എത്ര ഫാക്ടർ കുറയുന്നതാണ്? ബൈ വാട്ട് ഫാക്ടർ എത്ര ഫാക്ടർ കുറയുന്നതാണ്? ബ്രൈൻ പറയുന്നുണ്ട് ഗാമയുടെ വാല്യൂ എത്ര? 1.4. ഡയറ്റോമിക് ആയതുകൊണ്ടായിരിക്കാം 1.4. ശരി, അത് നമുക്ക് അഡിയബാറ്റിക് പ്രോസസ് ആണ്. പ്രഷർ വോളിയം വേണ്ടത്. അപ്പൊ അഡിയബാറ്റിക് പ്രോസസ്സിൽ പ്രഷർ വോളിയം തമ്മിലുള്ള റിലേഷൻ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു P1 V1 raised to gamma equal to P2 V2 raised to gamma. ഞാൻ ചെയ്യുന്ന കാര്യം ഇവിടെ ഹിയർ ഈ ക്വസ്റ്റ്യനിൽ P1 P എന്നെടുത്തു, V1 V എന്നെടുക്കുന്നു. ഇനി V2 എന്തായെന്ന് പറഞ്ഞു? ഡബിൾ ആയെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം V ആണ്, ഇപ്പൊ എത്രയാണ്? 2V. അങ്ങനെയാണെങ്കിൽ P2 എത്ര എന്നല്ലേ ക്വസ്റ്റ്യൻ അല്ലേ? പിന്നെ ഗാമ തന്നിട്ടുണ്ട്. ഗാമ എത്രയെന്ന് പറയുന്നുണ്ട്? ഗാമ ഈക്വൽ ടു 1.4 എന്ന് തന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്നു. നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. P1 സ്ഥാനത്ത് എന്ത് കൊടുക്കാം? P അല്ലെ? അവിടെ നിന്ന് P2 ആണ്. P2 കാണുന്നു. P2 അങ്ങനെ കാണുന്നത് ഈ V2 റേസ്റ്റ് ഗാമ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ അവിടെ നിന്ന് എന്ത് കിട്ടും?
P2 equal to ഇവിടെ എന്തൊക്കെയുണ്ട്? P1 V1 raised to gamma ഡിവൈഡ് ബൈ എന്താണ്? P2. വാല്യൂ എടുക്കാം. P1 വാല്യൂ എത്രയാണ് എടുത്തത്? P. V1 എത്രയാണ്? V raised to എന്തുണ്ട്? ഗാമ ഇല്ലേ? സോറി P2 അല്ല കേട്ടോ, ഇവിടെ P2 അല്ല. എന്താ ഡിവൈഡ് ബൈ എന്താണ്? V2 raised to ഗാമയാണ്. V2 raised to എന്താണ്? ഗാമ. ഇവിടെ ഈ V1 V2 ഗാമയല്ലേ, ഞാൻ കോമൺ ആയിട്ട് കൊടുക്കുകയാണേ. V1 സ്ഥാനത്ത് എന്ത് കൊടുത്തു? V കൊടുത്തു. ഡിവൈഡ് ബൈ V2 സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 2V. രണ്ടൊരു ഗാമയില്ലേ, ഹോൾ റേസ്റ്റ് എന്ത് കൊടുത്തു? ഗാമ എന്ന് കൊടുത്തു. ഇവിടെ എന്ത് കിട്ടും? P2 ഈക്വൽ ടു ഇവിടെ എന്താ? വിയും ക്യാൻസൽ. അപ്പൊ എന്താ കിട്ടുന്ന? 1/2 ഗാമ. ഗാമയുടെ ഇവിടെ എന്ത് കിട്ടും? P ഇൻറ്റു 1/2 ഹോൾ റേസ്റ്റ് ഗാമയില്ലേ, ഗാമ എത്ര? 1.4. ഇത്രയും ചെയ്യുമ്പോൾ കിട്ടുന്നത് ചെയ്ത് നോക്കാം. കിട്ടുന്ന പറഞ്ഞാൽ P2 ഈക്വൽ ടു P ഡിവൈഡ് ബൈ 2.6 എന്ന് കിട്ടും. ഈ 1/2 ഹോൾ റേസ്റ്റ് 1.4 എന്ന് പറഞ്ഞാൽ ചെയ്ത് നോക്കിയാൽ അത് 2.6 എന്ന് കിട്ടും. 2.6. അപ്പൊ പ്രഷർ എത്ര ഫാക്ടർ കുറയുന്നില്ല, എത്ര ഫാക്ടർ കുറയുന്നു? 2.6 ഫാക്ടർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. 2.6 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. 1/2 ഹോൾ റേസ്റ്റ് 1.4 അടിച്ചു കൊടുത്താൽ മതി, ആൻസർ കിട്ടും. നേരത്തെ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ ആയിരുന്നു. നോക്ക്, P2 ഈക്വൽ ടു എന്തായിട്ട്? P ഇൻറ്റു 1/2 ഹോൾ റേസ്റ്റ് 1.4. അതിങ്ങനെ എഴുതേണ്ടത്. P ഇൻറ്റു 1/1.4 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അടുത്ത് 2 റേസ്റ്റ് എത്ര? 1.4. ഈ 2 റേസ്റ്റ് 1.4 ആണ് എത്ര കിട്ടുന്നത്? 2.6 കിട്ടുന്നത്. അപ്പൊ അവിടെ എന്താണ്? P ഡിവൈഡ് ബൈ 2.6. അപ്പൊ അത് ഡൗട്ട് വരാവണ വേണ്ടി എടുത്ത് പറഞ്ഞത്. നമ്മൾ 1/2 ഹോൾ റേസ്റ്റ് 1.4 കൊടുത്ത് ഈ ആൻസർ കിട്ടൂല കേട്ടാ. നമ്മള് ഡിവൈഡ് ബൈ കിട്ടൂല. കിട്ടുന്നത് ആദ്യം 1 കൊടുക്കും, 1 തന്നെ. 2 റേസ്റ്റ് 1.4 ആണ് എത്ര കിട്ടുന്നത്? 2.6 കിട്ടുന്നത്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക്, അഡിയബാറ്റിക് പ്രോസസ് ആർ സം സ്പെഷ്യൽ തെർമോഡൈനാമിക് പ്രോസസ്സസ്. അപ്പൊ 4 പ്രോസസ് പറയുന്നു തെർമോഡൈനാമിക് പ്രോസസ്. ഐസോബാറിക്, ഐസോതെർമൽ, അഡിയബാറ്റിക്, ഐസോകോറിക് തന്നിട്ടുണ്ട്. In which of these process the work done is maximum when the gas expands from V1 to V2? അപ്പൊ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിൽ ഏത് പ്രോസസ്സിലാണ് മാക്സിമം എന്ന് നമ്മൾ പറയണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാ. അത് ചോദിക്കാറുണ്ട്. നമ്മളെ ക്രിസ്മസ് എക്സാമിന്, ക്രിസ്മസ് അല്ല മോഡൽ എക്സാം ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഈ വർഷം മോഡൽ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഓർമ്മ. ശരി, അത് നമ്മൾ എന്താ വയ്ക്കേണ്ടത്? PV ഗ്രാഫ് വരയ്ക്കുക എല്ലാത്തിൻ്റെയും. കാരണം ഒരു PV ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ വർക്ക് ഡൺ ഈക്വൽ ആണ്. ഒരു പ്രഷർ വോളിയം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ എന്തിന് ഈക്വൽ ആണ്? വർക്ക് ഡൺ ഈക്വൽ ആണ്. അത് നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം എന്താ പറയുന്നത്? ഐസോതെർമൽ. ആദ്യം ഒരു കാര്യം വെക്കാം, ഐസോബാറിക് വരയ്ക്കുക. ഐസോബാറിക് എന്താ? ഈ ഐസോബാറിക് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ പോയിന്റ് എടുക്കുക, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഐസോബാറിക് എന്ന പ്രഷർ കോൺസ്റ്റന്റ്. അപ്പൊ ഇതല്ല ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ്. പ്രഷർ മാറുന്നില്ല, പക്ഷെ വോളിയം കൂടിക്കൊണ്ടിരിക്കും. ഇനി അവസാനം പറഞ്ഞ ഐസോകോറിക് അല്ലേ, അവിടെ വോളിയം കോൺസ്റ്റന്റ് അല്ലേ, തെങ്ങി വരയ്ക്കുന്നു. ഇതല്ലേ വോളിയം കോൺസ്റ്റന്റ്. ഇവിടെ 10 ആണെങ്കിൽ എല്ലാ പോയിന്റിലും 10, പക്ഷെ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെന്താണ്? ഇത് ഐസോബാറിക്. മറ്റെന്താണ്? ഐസോകോറിക്. അപ്പൊ ഇതെന്താ? ഐസോബാറിക്. ഇതേത് പ്രോസസ് ആണ്? ഐസോകോറിക്. ഇനി രണ്ടെണ്ണമുണ്ട്. ഏതൊക്കെ? ഐസോതെർമലും അഡിയബാറ്റിക്കും. അപ്പം ഐസോതെർമൽ എന്ന് പറയുമ്പോൾ അവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പിയും വിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഇൻവേഴ്സ്ലി. അതുകൊണ്ട് കർവാണ് വരുന്നത്. ഇങ്ങനെ ഒരു കർവേച്ചർ ആണ് വരുന്നത് ഐസോതെർമൽ. ഇനി അഡിയബാറ്റിക്കിലും പിയും വിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു വ്യത്യാസമുണ്ട്. വി റൈസ് ടു ഗാമ വരുന്നുണ്ട്. വി റൈസ് ടു ഗാമ. അതുകൊണ്ട് ചരിഞ്ഞ് തന്നെ ഇരിക്കും, പക്ഷെ അല്പം ഐസോതെർമലിനേക്കാൾ കുറച്ച് ചരിവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും അഡിയബാറ്റിക് എന്ന് പറഞ്ഞു. കാരണം വി റൈസ് ടു ഗാമ എന്നൊരു ടൈം വരുന്നുണ്ട്. ഇതെന്താണ്? ഐസോതെർമൽ. ഇതേതാണ്? അഡിയബാറ്റിക്. നമ്മൾ വരച്ചു. ഇനി നമ്മൾ എന്താ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആർക്കാണ് വർക്ക് ഡൺ കൂടുതൽ? ആർക്കാണോ ഏരിയ കൂടുതൽ അയാൾക്ക് വർക്ക് ഡൺ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഏരിയ ആർക്കാണ് കൂടുതൽ നോക്കുക? ഏരിയ. എങ്ങനെ ഏരിയ? നമ്മളെ ഇതാണ് നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്ന്? അപ്പൊ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഞാൻ അടലപ്പെടുത്തി തുടങ്ങി വരയ്ക്കുകയാണ്. ഇതേത് വരെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയുന്നത്.
ഇതെല്ലാം ഈ എല്ലാ പോയിന്റും ടച്ച് ചെയ്യും, ഈ ലൈൻ ടച്ച് ചെയ്യും. ശരി, നോക്കാം. നോക്കേ, ഐസോകോറിക് ഈ ലൈനാണ്. ഏരിയ എന്താ? ഏരിയ 0, ഏരിയ ഇല്ല. അപ്പൊ ഐസോകോറിക് ആണ്. വർക്കിൽ എത്രയാണ്? 0 ആണ്. അല്ലെങ്കിൽ നമുക്കറിയാം വർക്കിന് അങ്ങനെ കാണുന്നത് PD അല്ലേ? ഓളിയും കോൺസ്റ്റന്റ് ആണെങ്കിൽ DV എത്ര ആയിട്ട് പോകും? 0 ആയിട്ട് പോകും. അപ്പൊ വർക്ക് എത്ര? 0. അപ്പൊ ഐസോകോറിക്കില് വർക്ക് ഡൺ 0 ആണ്. അപ്പൊ വർക്ക് മിനിമം എവിടെയാണ്? ഐസോകോറിക്. ഇനി ഈ ലൈനാ, ഏരിയ ഇല്ല. നമ്മൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് നോക്കുന്നത്. ഇതാ, ഇതിന് അടിയിൽ എന്തില്ല? ഏരിയ ഇല്ല. അടുത്തെന്താണ്? അഡിയബാറ്റിക് അല്ലേ? അപ്പൊ അഡിയബാറ്റിക് എന്താ ഏരിയ? ഇത്ര ഏരിയ. ഇതാണ് അഡിയബാറ്റിക് ഏരിയ എന്ന് പറഞ്ഞത്. ഇത്രയാണ്. ഇതാണ് അഡിയബാറ്റിക് ഏരിയ. ഇത്രയും. ഐസോതെർമൽ ആണല്ലോ, കുറച്ചുകൂടെ കൂടുതലാണ്. ഇത്രയൂടെ ഉണ്ട്, ഇത്രയുണ്ട്. ഇതാണ് ഐസോതെർമൽ, ഇത്രയുണ്ട്. അഡിയബാറ്റിക്കിനേക്കാൾ കൂടുതലാണ് ഐസോതെർമൽ. ഐസോബാറിക് ഇത്രയുണ്ട്, ഐസോബാറിക്. അപ്പൊ ആർക്കാ ഏരിയ കൂടുതൽ? ഐസോബാറിക്. അപ്പൊ ആർക്കാ വർക്ക് ഡൺ കൂടുതൽ? ഐസോബാറിക്. അപ്പം നമ്മൾ എഴുതുന്നു എന്താ ഏരിയ? ഐസോബാറിക്കിനാണ് ഏറ്റവും കൂടുതൽ വർക്ക് ഡൺ. അത് കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഐസോതെർമൽ. അത് കഴിഞ്ഞാൽ ആരാ വരുന്നത്? അഡിയബാറ്റിക്. ലാസ്റ്റ് ആണ് എന്ത് വരുന്നത്? ഐസോകോറിക്. അത് മിനിമം എത്രയാണ്? 0 ആണ്. മിനിമം എത്രയാണ്? 0 ആണ്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ സ്റ്റീം പോയിന്റ് ആൻഡ് ഐസ് പോയിന്റ്. എന്റെ കൂടെ തന്നെ ക്യാൻ യു ഡിസൈൻ ആൻ എഞ്ചിൻ ഓഫ് 100% എഫിഷ്യൻസി. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കാണണം? എഫിഷ്യൻസി കാണണം, സ്റ്റീം പോയിന്റിനും ഐസ് പോയിന്റും. അപ്പൊ അവിടെ നമ്മുടെ ഐസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ എത്ര? T1 എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. പ്ലസ് 273. അപ്പൊ എത്ര കിട്ടും? 273 കെൽവിൻ. ഇനി T2 സ്റ്റീം പോയിന്റ് അല്ലേ? സ്റ്റീം പോയിന്റ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ്. സ്റ്റീം ആവുന്ന ടെമ്പറേച്ചർ അത് എത്രയാണ്? കെൽവിലാക്കി. പ്ലസ് 273. അപ്പൊ എത്ര കിട്ടും? 373. എഫിഷ്യൻസി അല്ലേ വേണ്ടത്? എന്താ ഫോർമുല എന്ന് പറഞ്ഞാൽ 1 - T2/T1. അപ്പൊ എന്ത് കിട്ടും? 1 - T2 എത്ര? 373 ഡിവൈഡ് ബൈ എത്രയാണ്? 273. ഒരു ആൻസർ കിട്ടും. ആൻസറിന്റെ എത്ര കൊടുക്കുക? 100 കൊടുക്കുക. ഒരു ആൻസർ കിട്ടും. അതിന്റെ എന്ത് കൊടുക്കുക? 100 കൊടുക്കുക. ആൻസർ പെർസെന്റേജിൽ കിട്ടും. അതാണ് സ്റ്റീം പോയിന്റ്, ഐസ് പോയിന്റ് എന്ന് പറയും. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻ യു ഡിസൈൻ ആൻ എഞ്ചിൻ ഓഫ് 100% എഫിഷ്യൻസി. അത് നമ്മൾ പഠിക്കുമ്പോഴേ പറയുന്നതാണ്. കാർനോട്ട് എഞ്ചിൻ ഒരു പ്രാക്ടിക്കൽ എഞ്ചിൻ മാത്രം, ഒരു തിയററ്റിക്കൽ എഞ്ചിൻ മാത്രമാണെന്ന് പറയും. പ്രാക്ടിക്കലി നമുക്ക് റിയലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പറ്റില്ല. അതിന് കാരണം എന്താണ്? കാർനോട്ട് ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. അതിന്റെ എഫിഷ്യൻസി 100% എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കിക്കേണ്ട റീസൺ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ട് 100% എഫിഷ്യൻസി കിട്ടില്ല, അല്ലെ എന്തുകൊണ്ട് കാർനോട്ട് എഞ്ചിൻ പോസിബിൾ അല്ല എന്ന് പറഞ്ഞുതരാം. ഇതല്ലേ നമ്മളെ ഫോർമുല അല്ലേ? ഈറ്റയുടെ വാല്യൂ 1 കിട്ടിയാലേ ഇൻറ്റു 100 കൊടുക്കുമ്പോൾ നമുക്ക് എഫിഷ്യൻസി 100% കിട്ടും. അപ്പൊ ഈറ്റ 1 ആവണമെങ്കിലേ ഈ ടൈം എന്തായിട്ട് പോകണം? 0 ആയിട്ട് പോകണം. അപ്പൊ T2/T1 എന്തായിട്ട് പോകണം? 0 ആയിട്ട് പോകണം. 0 ആകണമെങ്കിൽ ആര് 0 ആവണം? T2 0 ആവണം. T2/T1 0 ആവണം. ആര് 0 ആവണം? ന്യൂമറേറ്റർ 0 ആണ്. അപ്പൊ T2 എത്ര ആണ്? 0 കെൽവിൻ ആവണം. ഈ ടെമ്പറേച്ചർ ഇതുവരെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിച്ചില്ല. ഇതാണ് ഏറ്റവും പറയപ്പെടുന്നത് ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ ആണ്, അബ്സല്യൂട്ട് 0 എന്നൊക്കെ പറയും. പക്ഷെ ഇതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ നമുക്ക് ഇതുവരെ സാധിച്ചില്ല. അതുകൊണ്ടാണ് പറയുന്നത് 100% എഫിഷ്യൻസി എന്തല്ല? പോസിബിൾ അല്ല. അല്ലെങ്കിൽ കാർനോട്ട് എഞ്ചിൻ എന്തല്ല? പോസിബിൾ അല്ല എന്ന് പറയാൻ കാരണം 0 കെൽവിൻ ടെമ്പറേച്ചർ ഇതുവരെ ആർക്കും അറ്റൈൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതാണ് റീസൺ എന്ന് പറഞ്ഞത്. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ നോ ആണ്, ഡിസൈൻ ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്.